ഹായ്, സഞ്ചാരിയാണ് കേട്ടോ. ഞാനിപ്പം മസനഗുഡിയിലാണുള്ളത്. ഇവിടെ അടുത്തൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്, മലേൻ്റെ മുകളിലാണ്. അങ്ങോട്ടേക്ക് ട്രെക്കിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീപ്പിലാണ് പോകുന്നത്. ഭയങ്കര മലയാണ്. ആ പൊക്കത്തുള്ള മലേൻ്റെ മുകളിലെത്തണം. പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളാണിത്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മാനുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് രണ്ട് സൈഡിലും. പക്ഷേ സാധാരണ കാണലുണ്ട്, പക്ഷേ ഇന്ന് നമ്മൾ പോകുമ്പോൾ മാനുകളെയൊന്നും കാണാനില്ല. ഒരു 3 മണിക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. ആ മലയുടെ മുകളിലെത്തണം. ആ മലേൻ്റെ മുകളിലാണ് ഈ സുബ്രഹ്മണ്യ ക്ഷേത്രം ഉള്ളത്. റോഡ് വളരെ മോശമാണ്, ഫുൾ കട്ട റോഡാണ്. ജീപ്പിന്ന് കുലുങ്ങിയിട്ട് ഒരു രക്ഷയില്ല, അമ്മാതിരി റോഡ്. ശരിക്കും അവിടെ എത്തുന്നവരെ എയറിലായിപ്പോയി. ഇങ്ങനെയൊരു യാത്ര ഞാൻ ആദ്യമായിട്ട് നടത്തുന്നതാണ്. ചുറ്റും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. മസനഗുഡിക്ക് വന്നിട്ട് അവിടെ നിന്നൊരു 5-6 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ടേക്ക്. വഴിയൊക്കെ വളരെ മോശം. ജീപ്പിൽ നിന്ന് കുലുങ്ങി ഒരു വിധമായി. ഓരോ സ്ഥലത്തുനിന്ന് എടുത്ത് അടിക്കുകയാണ് ജീപ്പിലിരുന്നിട്ട്. ചിലപ്പോൾ വിചാരിക്കും ജീപ്പ് മറിഞ്ഞ് പോയിന്ന് വിചാരിക്കും. അത്രയ്ക്ക് സാഹസികമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇനിയും കുറേ ദൂരമുണ്ട് കേട്ടോ. ഞങ്ങളൊരു പ്രൈവറ്റ് ജീപ്പാണ് വിളിച്ചത്. ഇവർ വരുമ്പം ഞങ്ങളോട് പറഞ്ഞത് 2 സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാണ് ഇവർ പറഞ്ഞത്. വരുമ്പം ഞങ്ങളോട് പറഞ്ഞത് ഇത് മുഴുവൻ സൈഡിലൊക്കെ ആനയുണ്ടാവും, പിന്നെ പല മൃഗങ്ങളുണ്ടാവുമെന്നാണ്. അതവരെ ബിസിനസ് ട്രിക്ക്. ഇവിടെ പശുവിനെയൊക്കെ തീറ്റിക്കുന്നുണ്ട് ഗ്രാമീണർ. മലമുകളിൽ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീടൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ, റോഡ് കണ്ടോ? വളരെ മോശം. ഈ വീഡിയോ പിടിക്കാൻ തന്നെ പറ്റുന്നില്ല, അത്രയ്ക്ക് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിയിട്ട്. ഈ മലേൻ്റെ മുകളിൽ നിന്നാൽ മലേൻ്റെ മുകളിലെത്താറ കേട്ടോ. മലേൻ്റെ മുകളിലെ താഴ്വാരാണ് കാണുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴത്തെ കംപ്ലീറ്റ് കാഴ്ചകളും കാണാം. ഇപ്പം ഞങ്ങൾ മലേൻ്റെ മുകളിലെത്തി. ജീപ്പ് ഇറങ്ങിയിട്ട് അവിടെ നിന്നിട്ട് ജീപ്പിൻ്റെ അടുത്ത് നിന്നിട്ട് ജീപ്പിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ട് എടുത്തതാണിത്. ഇതൊക്കെ താഴെ വമ്പൻ കൊക്കയാണ്.
അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളാണിതൊക്കെ. വലിയ അമ്പലമൊന്നുമല്ല, ഇത് ചെറിയൊരമ്പലമാണ്. പക്ഷെ അവിടെ എത്തിപ്പെടാനുള്ള പാടാണ് വമ്പൻ പ്രയാസം. അവിടെ ഈ മുകളിലെത്തി കഴിഞ്ഞാൽ വേറെ ഒന്നും കാണാൻ ഈ അമ്പലം മാത്രമേ ഉള്ളൂ. മുകളിൽ നിന്ന് ചുറ്റും നോക്കി നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല വെയിലായിരുന്നു മലേൻ്റെ മുകളിലെത്തി. ഞങ്ങളൊരു 4 മണിയുടെ അടുത്തായിട്ടാണ് ഇവിടെ എത്തിയത്. എന്നിട്ട് നല്ല വെയിലായിരുന്നു കുന്നിൻ്റെ മുകളിൽ. ഇത് ചുറ്റുവട്ടം നടന്ന് കാണുകയാണ്. അന്നേരം ഉള്ള കാഴ്ചകളാണിത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്ത്, ഇതാണ് അമ്പലം. അവിടുത്തെ പൂജാരിയാണ് അമ്പലത്തിൽ നിൽക്കുന്നത്. ജീപ്പ് അത് ആദ്യം വന്ന് ആൾക്കാർക്ക് പോകാനുള്ള ജീപ്പാണ്. ഓരോരുത്തർ ജീപ്പ് വിളിച്ച് വരിക കേട്ടോ. 2 ജീപ്പ് വേറെയുണ്ട്. അവരൊക്കെ മുകളിലുണ്ട്, തിരിച്ചു പോകാനായിട്ട് നിൽക്കുകയാണ്. അമ്പലത്തിൽ തൊഴുതിട്ട് തിരിച്ചു പോവുകയാണ്. മുരുകൻ്റെ ക്ഷേത്രം കേട്ടോ. വെയിലാണ്, അമ്പം വെയിലാണ്. എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. അമ്പലത്തിൽ കയറുന്ന പടിയാണത്. അമ്പലത്തിൻ്റെ മുൻവശമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക.